പേര് സതീഷാണ്. കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിയാണ് സ്വദേശം. ഈ ഒരു മഹത്തായ അവസരം എന്നെ പരിചയപ്പെടുന്നത് എൻ്റെ അളിയനാണ്. അളിയൻ പരിചയപ്പെടുത്തിയത് ഫോണിലൂടെയാണ്. എന്നോട് പറഞ്ഞത്, സതീഷ് ചേട്ടാ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് പറയാനുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞ് ഡയറക്റ്റ് സെല്ലിങ് ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അന്ന് ദിവസം മുതൽ 1.5 മാസം ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അളിയൻ എന്തോ ഒരു ഉടായ്പിൽ പോയി പഠിച്ചിട്ടുണ്ട്, അടുത്തത് എന്നെ പെടുത്താൻ വരുന്നുണ്ട്. അപ്പൊ 1.5 മാസം ഫോൺ എടുക്കാതെ ഇരുന്ന അളിയനാവുന്ന സമയത്ത് നമുക്ക് അധികം കാലം ഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം 1.5 മാസത്തിന് ശേഷം ഒരു ദിവസം അബദ്ധവശ എന്നോട് ഫോൺ എടുത്തു പോയി. അങ്ങനെയാണ് എന്നോട് പറയുന്നത്, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വീട് വരെ വരണം. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പണ്ടേ ഫോൺ എടുക്കാതെ ഇരുന്നത് ഇയാൾ വന്ന് നമ്മളെ പെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് എന്നോട് ആദ്യം പറഞ്ഞത്, ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണെന്ന് നിങ്ങൾ പറയും, സ്വന്തം കമ്പനിനെ ആരും മോശമായിട്ട് പറയല്ലോ. അപ്പൊ ഞാൻ എന്നോട് അന്നേരം ആ സമയത്ത് അവർ പറഞ്ഞത്, നിങ്ങളൊന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അത് ശരിയാണ്, ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. അങ്ങനെ മൊത്തമായിട്ട് കേട്ട ഉടനെ തീരുമാനമെടുത്തു, ചെയ്യണം. പക്ഷെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, പൈസ കയ്യിലില്ല. 10 വർഷമായിട്ട് വെൽഡിംഗ് ഷോപ്പ് നടത്തിയിട്ട് പോലും എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നഗ്നമായിട്ടുള്ളൊരു സത്യം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ദിവസം 10 രൂപ മാറ്റി വെക്കുന്ന ആളുകളുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 3,650 രൂപ നമ്മളെ കൈകളിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ ആരും മാറ്റി വെക്കുന്നില്ല. എന്നോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഒരു ദിവസം 10 രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 വർഷമായില്ലേ വെഡിങ് ഷോപ്പ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടാവണം? ആരും ചിന്തിക്കാത്തൊരു സാധനമാണ്. അപ്പൊ ഞാൻ അന്നാണ് ചിന്തിച്ചത്. അങ്ങനെ കുഞ്ഞിന്റെ ബ്രേസ്ലെറ്റ് വെച്ച് തുടങ്ങാൻ തീരുമാനിച്ചു. ബ്രേസ്ലെറ്റ് വെച്ച് തുടങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു അവസ്ഥ, ഭാര്യ സമ്മതിക്കില്ല. അപ്പൊ ഭാര്യ സമ്മതിച്ചിട്ടില്ല. ഞാൻ അതങ്ങ് വാങ്ങി. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ 10 വർഷമായിട്ട് വെൽഡിംഗ് ഷോപ്പ് വിജയിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 10,000-15,000 രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഞാൻ ഇതിൽ 2,10,000 വിശ്വസിച്ചിട്ടില്ല, ഒരു 6,000 പോലും വിശ്വസിച്ചില്ല. പക്ഷെ രാത്രി സമയങ്ങളിൽ വെൽഡിംഗ് ഷോപ്പിന് ശേഷം വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ അത് റീറ്റെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ ഒരാഴ്ചയിൽ 1,000 രൂപ നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 4 ആഴ്ച കൊണ്ട് 4,000 രൂപ മാറ്റി വെക്കാം. അങ്ങനെയെങ്കിൽ വീട് വെക്കാനുള്ള ഒരു ചെറിയൊരു അസറ്റായിട്ട് അത് മാറും എന്നുള്ളത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തതാണ്. ഇന്ന് 2 വർഷത്തിന് ശേഷം ആ വെൽഡിംഗ് ഷോപ്പ് പോലും ഇന്ന് ഇല്ല എന്നുള്ളത് അത് അടച്ചു കൂട്ടി. അങ്ങനെ ശക്തമായി ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരാഴ്ച വരുമാനം 46,000 രൂപയിലേക്ക് എത്തിയതോടുകൂടിയാണ് ആ വെൽഡിംഗ് ഷോപ്പ് കൂട്ടിയത്. ഇന്ന് വളരെ ശക്തമായി ഈ ഒരു മേഖല ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇതൊരു കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റി കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് വിജയിക്കാൻ പറ്റും. അങ്ങനെ ഓരോരുത്തർക്കും ചിന്തകളിലൂടെ നടക്കാൻ പറ്റട്ടെ. ആത്മാർത്ഥമായ പദ്ധതികൾ. താങ്ക് യു.